മലയാളികൾക്ക് ഈ പ്രഭാത ഭക്ഷണത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു വിഭവമാണ് ദോശയും ചമ്മന്തിയും സാമ്പാറും. അത് പ്രത്യേകിച്ച് ചൂട് ദോശയും ചൂട് സാമ്പാറും ചൂട് ചമ്മന്തിയും. അത് മലയാളികളുടെ ഏറെ ഇഷ്ടപ്പെട്ട വിഭവമാണ്. ഒപ്പം ഇഡ്ഡലിയും സാമ്പാറായാലും അതും നല്ലതാണ്. പക്ഷേ എന്തായാലും ഇത് പരമ്പരാഗത രീതിയിൽ എല്ലാ വീടുകളിലും, സാധാരണ നാട്ടിൻപുറങ്ങളിലെ എല്ലാ വീടുകളിലും ഇപ്പോഴും ഇത് തന്നെയാണ്. ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പം ഈ ബ്രേക്ക്ഫാസ്റ്റിന് മറ്റ് ഐറ്റങ്ങൾ വന്നിട്ടുള്ളത്. പക്ഷേ നാട്ടിൻപുറങ്ങളിൽ, ഗ്രാമപ്രദേശങ്ങളിലും ഇത്തരത്തിൽ ചൂട് സാമ്പാറും ദോശയും ഇതുപോലുള്ള നാടൻ ഭക്ഷണങ്ങൾ അത് കഴിക്കുന്നത് തന്നെ ഒരു രസമാണ്. പ്രത്യേകിച്ച് മഴക്കാലമാണ്. ആ മഴക്കാലത്ത് അത് കഴിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഇന്നലെ രാത്രി തന്നെ, ഇന്ന് രാവിലെയുള്ള ദോശയ്ക്കുള്ള മാവെല്ലാം അരച്ച് വൈഫെല്ലാം ശരിയാക്കി വെച്ചിരുന്ന രാവിലെ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. രാവിലെ തന്നെ ചൂട് ദോശയും സാമ്പാറും ചമ്മന്തിയും ചേർത്ത് ഒരു പ്രഭാത ഭക്ഷണം തയ്യാറാക്കുകയാണ്. എന്തായാലും നിങ്ങൾക്കും ഇഷ്ടപ്പെടും. നിങ്ങളുടെ വീടുകളിലും ഇത് തന്നെ ആയിരിക്കും ഒരു പക്ഷേ ഉള്ളത്. ഒരു പക്ഷേ മറ്റ് ഇപ്പോൾ പുതിയ മാറിയ കാലഘട്ടത്തിൽ ചിലർ ഏതൊക്കെ ഉപയോഗിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്നവരായിരിക്കും. ചിലപ്പോൾ ഓട്സ് കഴിച്ചിട്ട് പോകുന്നവരുണ്ടായിരിക്കും, മറ്റു പലതുമായിരിക്കും. നമ്മൾ പരമ്പരാഗത ശൈലി ഇപ്പോഴും തുടരുന്നു. വർഷങ്ങളായി തന്നെ തുടരുന്നു. ഇനിയും അതുതന്നെയായിരിക്കും.